ഹത്രസ് ദുരന്തത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് എന്നതാണ്. ശ്വാസം മുട്ടിയും ആന്തരിക അവയവങ്ങളിൽ രക്തം കട്ടപിടിച്ചും നെഞ്ചു തകർന്നും വാരിയലുകൾ പൊട്ടിയുമാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഹത്രസിനും ഇറ്റയ്ക്കും പുറമെ മഥുര, ആഗ്ര, പിലിഭിത്ത്, അലിഗഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകളും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ഐഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, ഈ അപകടത്തെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, പുറത്തുനിന്ന് ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ മതചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത്. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണല്ലോ. അഭിലാഷ്, ഹത്രസിൽ നിന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുമ്പോൾ അതിദാരുണമായ സംഭവമാണ് നടന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ശ്വാസം മുട്ടിയും നെഞ്ച് തകർന്നും വാരിയലുകൾ തകർന്നും ആന്തരിക അവയവങ്ങളിൽ രക്തം കട്ട പിടിച്ചുമൊക്കെയാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒപ്പം തന്നെ ഹത്രസിന് പുറമെ മഥുര, ആഗ്ര, ഫിലിറ്റ്, അലിഗഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. 121 പേരാണ് ഇതുവരെ ഹത്രസിൽ മരണപ്പെട്ടത്. ഇതിൽ തന്നെ 100 പേര് സ്ത്രീകളും 7 കുട്ടികളുമാണ് മരണപ്പെട്ടത്. ഒപ്പം തന്നെ ഈ മരണപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 50,000 രൂപ പരിക്കേറ്റവർക്കും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഭോലെ ബാബ ഇപ്പോൾ ഒളിവിലാണ്. ഭോലെ ബാബയും ഭോലെ ബാബയുടെ സംഘത്തിലുള്ളവരും ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം തുടരുകയാണ്. ഒപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പരിക്കേറ്റവരെയും ഒക്കെ യോഗി ആദിത്യനാഥ് ആശുപത്രികളിൽ പോയി കണ്ടിരുന്നു. എന്തായാലും അന്വേഷണം കൂടുതൽ ശക്തമാക്കും. വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിലൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി നടന്ന പരിപാടിയിലാണ് ഇത്തരം ദാരുണമായ ഒരു സംഭവം നടന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പേര്, ഇരട്ടിയിലധികം പേര് എത്തിയതാണ് ഇത്തരം ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ ഈ ഭോലെ ബാബയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി പോയപ്പോഴായിരുന്നു, അതിനിടെയാണ് തിക്കും തിരക്കും കൂടുതലായത്. അങ്ങനെയാണ് ഒരുപാട് പേര് മരിച്ചത്. വീണ് കിടന്നവരുടെ ദേഹത്തു കൂടെ ചവിട്ടി, അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് കൂടി അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അന്വേഷണം ഊർജിതമാക്കി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്ത ഹാത്രസിൽ നിന്ന് തന്നെ ഉള്ളതാണ്. പ്രത്യേകിച്ച് ഹാത്രസിലെ ഈ ആൾക്കൂട്ടത്തിൽ, അതായത് മതചടങ്ങിനിടെയുണ്ടായ ആൾക്കൂട്ടത്തിൽ എങ്ങനെയാണ് ഇവർ മരണപ്പെട്ടത് എന്നത് സംബന്ധിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിൽ ആണ് ശ്വാസം മുട്ടി ലക്ഷക്കണക്കിന്, അതായത് 80,000 പേർക്ക് ആണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനുണ്ടായിരുന്ന അനുമതി. പക്ഷേ 2 ലക്ഷത്തിലധികം ആളുകൾ വന്നു. അപ്പോൾ പരിമിതമായ സ്ഥലത്തേക്ക് ആളുകൾ കൂടുതലെത്തിയപ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പിന്നീട് തിക്കും തിരക്കുമായി. അതിനിടെ ആളുകൾ ചിതറിയോടുന്നു. ആ ഓട്ടത്തിനിടയിൽ നിലത്ത് വീണു പോയവർക്ക് നെഞ്ചിൽ ചവിട്ട് ഏൽക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. നട്ടെല്ല് ഉൾപ്പെടെ പൊട്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. വാരിയലുകൾ പൊട്ടുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇതിൽ ആന്തരിക അവയവങ്ങൾക്ക് വലിയ തോതിൽ ക്ഷതം ഏൽക്കുകയും ചെയ്തു. സ്ത്രീകളാണ് ഇത്തരത്തിൽ മരണപ്പെട്ടവരിൽ ഏറെയും എന്നുള്ളതാണ് വിഷയം. എന്തായാലും പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ അമ്പേ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. കഴിഞ്ഞ ദിവസം പാർലമെന്റിലടക്കം ഇത് ചർച്ച ചെയ്യപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ, ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലത്തിൽ ഇന്നും ഈ വാർത്തയുടെ തുടർച്ച പ്രതീക്ഷിക്കാം. ഇനി